ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ വരുന്നത് വളരെ നിർണായകമായ വാർത്തകളാണ്. ഒരു വമ്പൻ രാഷ്ട്രീയ നാടകത്തിന് ശേഷം ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അതെ, 2026 ഫെബ്രുവരി 12 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വമ്പൻ വിജയം നേടിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം കണ്ട ബംഗ്ലാദേശ് അല്ല ഇനി കാണാൻ പോകുന്നത്. സമാധാന നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ 18 മാസത്തെ ഇന്ററിം ഗവൺമെന്റ് ഇടക്കാല ഭരണം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നീക്കത്തിലേക്കാണ്. പണ്ട് ഇന്ത്യയുടെ കണ്ണിലെ കരടായിരുന്ന താരിഖ് റഹ്മാനെ ഇന്ന് ന്യൂഡൽഹി ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? മുഹമ്മദ് യൂനിസിന് കഴിയാത്തത് താരിഖിന് കഴിയുമോ? ഇന്ത്യയുടെ അയൽപക്കത്തെ ഈ പുതിയ മാറ്റത്തിന്റെ കഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മുഹമ്മദ് യൂനിസിന്റെ പതനത്തെക്കുറിച്ച് നോക്കാം. ഷെയ്ഖ് ഹസീന ഒളിച്ചോടിയപ്പോൾ ലോകം കരുതിയത് യൂനിസിലൂടെ ബംഗ്ലാദേശ് ശാന്തമാകുമെന്നാണ്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. യൂനിസിന്റെ 18 മാസത്തെ ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞു. ഹസീനയെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പരസ്യമായി ആരോപിച്ചു. അതിലും പ്രധാനമായി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചു. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര സുഖകരമായ ഒരു നീക്കമായിരുന്നില്ല. അതുമാത്രമല്ല, യൂനിസിന്റെ കാലത്ത് പാകിസ്ഥാനുമായുള്ള ബന്ധം ബംഗ്ലാദേശ് പുതുക്കി. 1971 ശേഷം ആദ്യമായി പാകിസ്ഥാൻ കപ്പൽ ചട്ടോഗ്രാമിൽ എത്തിയത് ഇന്ത്യക്ക് വലിയൊരു സെക്യൂരിറ്റി അലാമായിരുന്നു. എന്നാൽ ഇപ്പോൾ സീൻ ആകെ മാറിയിരിക്കുകയാണ്. ലണ്ടനിൽ 17 വർഷത്തെ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ഇപ്പോൾ പ്രധാനമന്ത്രിയാണ്. തന്റെ അമ്മ ഖാലിദ സിയുടെ മരണശേഷം പാർട്ടി ഏറ്റെടുത്ത അദ്ദേഹം പക്വതയുള്ളൊരു നേതാവായാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. ഇന്ത്യ ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ പ്രധാന കാരണം താരിഖിന്റെ പുതിയ പ്രായോഗികമായ സമീപനവുമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ താരിഖ് റഹ്മാനെ പിന്തുണയ്ക്കുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം താരിഖ് റഹ്മാൻ വിജയിച്ച ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നേരിട്ട് ധാക്കയിലെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് യൂനിസ് ഒരു അപോളിറ്റിക്കൽ വ്യക്തിയായിരുന്നു. അതായത് മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ താരിഖ് റഹ്മാൻ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, അതായത് BNP പോലൊരു പ്രസ്ഥാനത്തിന്റെ തലവനാണ്. തീവ്ര നിലപാടുകളുള്ള ജമാഅത്തെ ഇസ്ലാമിയെ നിയന്ത്രിക്കാനും രാജ്യത്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ കഴിയൂവെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു.